चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपदाय राधिकाय प्रियात्मने श्रीमद्भक्तिवेदान्त नारायण इति नामिने। श्रीकृष्णलीलाकथने सुदक्षामौदाय गुणाश्चयुक्तं वरं वरेण्यं पुरुषं महतं नारायणं त्वां सततं प्रपद्ये। I'm really very pleased that I was invited here because I feel that this is the grace of my beloved Srila Gurudev, Srila Bhaktivedanta Narayana Goswami Maharaj, who was the best of all Rupanuga Vaishnava of last century, and after Prabhupada, he took this fire of spreading the Krishna consciousness and tirelessly went all over the world more than 31 times and was spreading and delivering so many fallen jivas as myself throughout the last 15 years of his life. ഹരേ കൃഷ്ണ. ഇവിടെ വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് എൻ്റെ ഗുരുമഹാരാജായ ഓം വിഷ്ണുപാദ ഹിസ് ഹോളിനെസ് ഹിസ് ഡിവൈൻ ഗ്രേസ് ഭക്തിവേദാന്ത നാരായൺ മഹാരാജിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വരാൻ പറ്റിയിട്ടുള്ളത്. അദ്ദേഹം വൈഷ്ണവ കഴിഞ്ഞ നൂറ്റാണ്ടിലെ വൈഷ്ണവിലെ പ്രമുഖനായിട്ടുള്ള വൈഷ്ണവനാണ് അദ്ദേഹം. ശ്രീലാ പ്രഭുവിന് ശേഷം കൃഷ്ണബോധം വളരെ ഊർജ്ജസ്വലമായി ലോകമെമ്പാടും പറ്റിയ ഒരു വ്യക്തിയാണ് നാരായൺ മഹാരാജ്. അദ്ദേഹം 31 പ്രാവശ്യം ലോകം മുഴുവൻ ചുറ്റുകയും വളരെയധികം ധാരാളമായ പതിനായ ജീവാത്മാക്കളെ എന്നെ പോലുള്ള പതിനായ ജീവാത്മാക്കളെ ഉദ്ധരിക്കുകയും കൃഷ്ണബോധത്തിൽ കൊണ്ടുവരികയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. He was a very close friend, Bandhav of our Srila Prabhupada, and when Srila Prabhupada went to America, he was continuously written practically every day the letters to my Srila Gurudev, and he was expressing him how he was struggling to start this Krishna consciousness movement in America, and then he asked him for some help, and my Gurudev always sent him mridangas and deities and all whatever Srila Prabhupada was asking. ഹരേ കൃഷ്ണ. എൻ്റെ ഗുരുമഹാരാജ് ശീല പ്രഭുപാദയുടെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു മഹാരാജായിരുന്നു. ശീല പ്രഭുപാദ അമേരിക്കയിൽ കൃഷ്ണബോധം പറ്റാനായി പോയപ്പോൾ അദ്ദേഹം പ്രായോഗികമായി എല്ലാ ദിവസവും എൻ്റെ ഗുരുമഹാരാജിനെ എഴുത്തെഴുതാമായിരുന്നു എങ്ങനെയാണ് ഈ കൃഷ്ണബോധം അമേരിക്കയിൽ പരത്തുന്നത് ഇതിനെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എൻ്റെ ഗുരുമഹാരാജിന്റെ ഭാഗത്ത് അദ്ദേഹം എല്ലാ സഹായങ്ങളും ശീല പ്രഭുപാദം നൽകിയിരുന്നു. മൃദങ്ങൾ, കർത്താല്, ഡേറ്റീസ്, ഇതെല്ലാം നിരന്തരം എന്തൊക്കെ ആവശ്യമുണ്ട്, കൃഷ്ണബോധത്തിന് ആവശ്യമുള്ള ഉതകുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നിരന്തരമായി അദ്ദേഹം ശീല പ്രഭുപാദിനെ എത്തിക്കുമായിരുന്നു. When Srila Prabhupada, before going to America, came to Mathura, trying to survive after he left his family, and he was like Vanaprastha, trying to open some small preaching center and and carry the order of his spiritual master. My Gurudev was that very person who met him near the Keshigat, and then he brought him to our Keshavaji Gaudiya Math, telling that Swamiji, you can't stay in rent room, you have to go and live with us in the temple. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് അമേരിക്കയിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് മധുര വൃന്ദാവനത്തിൽ വരുമ്പോൾ
എന്നെ ഗുരുരാജ് അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ക്ഷണിക്കുകയും കേശി ഗേറ്റിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും കേശി വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ച് ഗുരുരാജ് ശീല പ്രഭു അദ്ദേഹം നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കരുത്, ഇങ്ങനെ അമ്പലത്തിൽ നിന്നിട്ട് താമസിക്കണം എന്ന് അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയുണ്ടായി. And he was that very person who started insisting that in order to preach all over the world, as Prabhupada instructed you, you have to take sannyas. He always was telling, Swamiji, you have to take sannyas. And when our Param Gurudev Srila Bhaktipragyan Keshava Goswami Maharaj came into Keshavaji Gaudiya Math in Mathura, my Gurudev came to him and asked, you have to insist that Swamiji should take sannyas. And after that, Srila Bhaktipragyan Keshava Goswami Maharaj insisted and gave sannyas to Srila Prabhupada. അപ്പോൾ ഭക്തി നാരായണ മഹാരാജ് ശില പ്രഭുവാദിനെ പറയുമായിരുന്നു, താങ്കളുടെ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിൽ പോയി കൃഷ്ണാബോധം പരത്താൻ പോവുകയാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് താങ്കൾ ആദ്യം തന്നെ സന്യാസം സ്വീകരിക്കണം എന്ന് നിർബന്ധിച്ച് പറയുമായിരുന്നു. അതനുസരിച്ച് കേശി ഗേറ്റിൽ വെച്ച് ഭക്തി പ്രഗ്യാൻ കേശവ മഹാരാജിനെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം ഭക്തി പ്രഗ്യാൻ മഹാരാജ് കേശി ഗേറ്റിൽ എത്തിയപ്പോൾ നാരായൺ മഹാരാജ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ശീല പ്രഭുവാദിനെ പറയണം, നിർബന്ധിക്കണം, അദ്ദേഹത്തിൽ നിന്ന് സന്യാസം എടുക്കണം എന്ന് നിർബന്ധിക്കുകയുണ്ടായി. And then they continued this close friendship with my Gurudev. And when Srila Prabhupada decided to leave this world, he told his disciples, after they questioned him, to whom we can go and take Shiksha. And he asked, you can go to two persons only in this world, the Srila Bhakti Rakshak Sridhar Goswami Maharaj and Srila Bhaktivedanta Narayana Goswami Maharaj. Srila Bhakti Rakshak Sridhar Goswami Maharaj, Srila Bhakti Rakshak Sridhar Goswami Maharaj, and Srila Bhaktivedanta Narayana Goswami Maharaj. Hare Krishna. ഈ അടുത്ത ഉച്ചബന്ധം അവർ ശീല പ്രഭാത ദേഹം വെടിയുന്നവരെ തുറന്നുകൊണ്ടിരുന്നു. അപ്പോൾ ശീല പ്രഭാത ദേഹം വെടിയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായി, താങ്കളുടെ വേർപാടിന് ശേഷം ഞങ്ങൾ ആരുടെത്താണ് ശിക്ഷയ്ക്ക് വേണ്ടി പോകേണ്ടത് അറിയുമ്പോൾ അദ്ദേഹം രണ്ടുപേരുടെ പേരാണ് പറഞ്ഞത്. ഭക്തി ശിക്ഷക് മഹാരാജ് ഗുരു മഹാരാജ് ആൻഡ് ഭക്തി നാരായൺ മഹാരാജ്. ഈ രണ്ട് മഹാരാജാക്കന്മാരിൽ നിന്നാണ് നിങ്ങൾ ഇനി കൂടുതൽ ശിക്ഷ നേരിടുന്നത് എന്ന് ശിലാപ്രഭ തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു. And he especially asked my Srila Gurudev, Srila Bhaktivedanta Narayana Goswami Maharaj, to come and make this final ceremony of Samadhi to Srila Prabhupada. And also, just before his departure, he called my Gurudev, and when my Gurudev came, he asked him, I plead you, please go and help my disciples. My Srila Gurudev was little hesitant to take these huge responsibilities, to take this world over preaching after Srila Prabhupada. But Srila Prabhupada insisted on. And then finally, my Srila Gurudev agreed. And after, when he finally finished his service to his Guru Maharaj, to Srila Bhakti Pragyana Keshava Goswami Maharaj, and went to preach in Western countries, he always, first of all, was looking after Srila Prabhupada's disciples, even more than his own disciples. And he loved the disciples of Srila Prabhupada so much that he was ready to give all his life to them. ഹരേ കൃഷ്ണ. ശീല പ്രഭാത ആസന്ന നിലയിരിക്കുമ്പോൾ ശീല പ്രഭാത ഭക്തി വേദാന്ത സ്വാമി നാരായണ മഹാരാജനെ വിളിക്കുകയും അന്ത്യേഷ്ടക്രിയകൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഞാൻ വേർപെട്ടു പോകുമ്പോൾ, ഈ ശരീരം വിട്ടു പോകുമ്പോൾ എന്റെ ശിഷ്യഗണങ്ങളെ അങ്ങ് തന്നെ നോക്കണം, അവരെ അദ്ദേഹത്തിനെ വേണ്ട വിധത്തിൽ നയിക്കേണ്ടത് താങ്കളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹത്തിനോട് നാരായണ മഹാരാജനോട് ഭക്തി വേദാന്ത സ്വാമി മഹാരാജ് അപേക്ഷിച്ചു. അപ്പോൾ ഭക്തി വേദാന്ത നാരായണ മഹാരാജിന് കുറച്ച് ഉത്കണ്ഠ ഉണ്ടായിരുന്നു, കുറച്ച് സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് ചെയ്യാൻ നടപ്പാക്കുന്നത്. പക്ഷേ പ്രഭാത് വളരെ നിർബന്ധിച്ചു അദ്ദേഹത്തിനെ.
അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗുരു മഹാരാജായ കേശവ മഹാരാജിന്റെ വേർപാടിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രദ്ധ ശിലാ പ്രഭുപാദിന്റെ ശിഷ്യന്മാരെ നയിക്കുന്നതിലും അവരെ നല്ല നിലയിൽ ശിക്ഷ കൊടുക്കുന്നതിലും അതാണ് വളരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്വന്തം ശിഷ്യന്മാരെക്കാൾ കൂടുതൽ അദ്ദേഹം ശിലാ പ്രഭുപാദിന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. Therefore, before I am starting my class, I offer my unlimited Dandavat pranams to my Srila Gurudev, Srila Bhaktivedanta Narayana Goswami Maharaj, asking him to please give me at least one drop of your mercy to be able to deliver some message that I heard from you to the audience. അപ്പോൾ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഗുരുദേവ് ശ്രീല ഭക്തി വേദാന്ത നാരായണ മഹാരാജോട് അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ കൃപാകടാക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നസീമമായ ആ കൃപ കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ആ ചെറിയ സന്ദേശം ഇവിടെ ഇരിക്കുന്ന ആ ഭക്തജനങ്ങൾക്ക് പകർത്തു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുമാറാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. Then I offer the same unlimited Dandavat pranams to my Shiksha Gurus, to Srila Prabhupada, to Srila Gaur Govinda Goswami Maharaj, to Srila Bhakti Rakshak Sridhar Goswami Maharaj, and to Srila Bhakti Vigyana Bharati Maharaj, asking them again and again about their causeless mercy. കൂടാതെ എൻ്റെ ശിക്ഷാഗുരുക്കളായ ഭക്തി വിജ്ഞാൻ മഹാരാജ്, ശ്രീല ഭക്തി രക്ഷക് മഹാരാജ്, ഗോവിന്ദ് മഹാരാജ്, ഈ മൂന്ന് ശിക്ഷാഗുരുക്കളുടെ ഹേതുവായ കൃപയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. The names of my Shiksha Gurus are Srila Prabhupada, Srila Gaur Govinda Goswami Maharaj, disciple of Srila Prabhupada, then Srila Bhakti Rakshak Sridhar Goswami Maharaj, Shiksha Guru and friend of Srila Prabhupada, then Srila Bhakti Vigyana Bharati Goswami Maharaj, who is present now in this world and living in Kolkata mainly. For to them I offer my Dandavat pranams. എൻ്റെ ശിക്ഷാഗുരുക്കൾ ഒന്ന് ശില പ്രഭുപാദാണ്, രണ്ടാമത് ശില പ്രഭുപാദിന്റെ ശിഷ്ടായ ഗൗർ ഗോവിന്ദ് മഹാരാജ്, പിന്നെ പ്രഭുപാദിന്റെ ഗൗരവരായ ഭക്തി രക്ഷക് മഹാരാജ്. ഇതുകൂടാതെ എൻ്റെ ഭക്തി വിജ്ഞാൻ ഭാരതി മഹാരാജ്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം He stays in Kolkata mainly. He is disciple of Srila Bhaktivedanta Madhava Maharaj, and he is present now in this world. No. ഗോൽക്കണ്ട, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഗോൽക്കണ്ടയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം Bhaktivedanta Madhava Maharaj. ഭക്തിദേവ് മാധവ് മഹാരാജിന്റെ ശിഷ്യനാണ് ഭക്തി വിജ്ഞാൻ ഭാരതി മഹാരാജ്. And now I arrived in Kerala. As far as I know, Kerala is the birthplace of Ayurveda. So I think you all have a good knowledge about the roots, because Ayurveda mainly is going to the root cause of disease, right? ഞാനിപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. കേരളം ആയുർവേദത്തിന്റെ നാടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ മൂലം അറിയാം, അപ്പോൾ വേര് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ രോഗങ്ങളുടെയും വേര് എന്താണെന്ന് കേരളീയർക്ക് ഉപേക്ഷയായിരിക്കും. ആ വേരിനെ പറ്റി ചർച്ച ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. So therefore I want to ask you, what is the main disease of every conditioned soul in this world? അപ്പോൾ ബദ്ധസ്നായ ജീവാത്മാക്കളുടെ ഏതാണ് ഏറ്റവും വലിയ രോഗം എന്ന് ഞാൻ നിങ്ങളോട് ആരായാൻ ആഗ്രഹിക്കുകയാണ്. ബദ്ധസ്നായ ജീവാത്മാവിന്റെ ഏറ്റവും വലിയ രോഗം is illusion. Okay, but this is not the root cause. They forgot about real nature, real identity. Yes, that's true. And in Shastras it is said that Hrid Roga, this is heart disease. And what is the medicine for this disease? പ്രഭുജി ഇത്തരം പറഞ്ഞിരിക്കുകയാണ്, ഇല്യൂഷനാണ്, എന്ന് വെച്ചാൽ മോഹമാണ്.
ശരി, മോഹത്തിന്റെ വേര് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഭു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമായ മൂല സ്വഭാവത്തിനെ പറ്റി നമ്മൾ മറന്നുപോയി എന്നാണ്. മാതാജി ശരിയാണ്, അത് ഹൃദ്രോഗമാണ്. ഹൃദ്രോഗം എന്താണെന്ന് ചോദിക്കുന്നവിടെ അതിനുള്ള ആ മറുമരുന്ന് അല്ലെങ്കിൽ മരുന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. Not actually, because for cure this disease, first of all we have to come to a doctor. Because without the doctor, we cannot even understand that we have a disease. അപ്പോൾ രോഗത്തിന് ശരിക്കും നിർണയം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വൈദ്യന്റെ അടുത്ത് പോകണം. വൈദ്യന്റെ അടുത്ത് പോയാൽ മാത്രമേ നമുക്ക് എന്താണ് രോഗം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. So, if we find in ourselves some physical disease, we go to an Ayurvedic doctor, right? So, to which doctor we have to go if we think about some main disease, about this hridroga? Which doctor we have to come? സാധാരണ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം രോഗം ഉണ്ടെങ്കിൽ നമ്മളൊരു ആയുർവേദ വൈദ്യന്റെ അടുത്ത് പോകണം. അപ്പോൾ ഇവിടെ ഹൃദയരോഗത്തിന് ഏത് വൈദ്യന്റെ അടുത്താണ് നമ്മൾ പോകേണ്ടത്? Yes, that's right. That's why throughout all the Vedas, it is very important that we have to come to spiritual master. We have to find real guru. അപ്പോൾ ഇതിന് അങ്ങനെ രോഗം വരുമ്പോൾ ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതുണ്ട്. അത് ശരിയാണെന്ന് മാതാജി പറഞ്ഞു. എല്ലാ വേദങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഹൃദയരോഗമുണ്ടെങ്കിൽ, ഇങ്ങനൊരു അസുഖം ഉണ്ടെങ്കിൽ ഒരു ശരിയായ പ്രാമാണികനായ ഒരു ആത്മീയ ഗുരുവിന്റെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. Our scriptures also tell us that one of the main condition of conditional souls is that we all have fears. We all fear of everything. We fear of death, we fear of disease, we fear of so many things, that we will not receive what we want, that we will lose what we have, and all of that. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട് ഒരു ബദ്ധസ്നായ ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ബന്ധനം എന്ന് പറഞ്ഞാൽ ഭയമാണ്. എല്ലാ ജീവാത്മാക്കൾക്കും എപ്പോഴും ഭയമാണുള്ളത്. മരണത്തിനെ കുറിച്ച് ഭയം, രോഗത്തിനെ കുറിച്ച് ഭയം, നമുക്ക് കിട്ടേണ്ടത് ആകാംക്ഷ, കിട്ടിയുള്ള സാധനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് വ്യഗ്രത, ഇതെല്ലാം ഏത് സമയത്തും നമ്മൾ ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. So, and what will be the cause of this fear? അപ്പോൾ ഈ ഭയത്തിന്റെ മൂലകാരണം എന്താണ്? ഭയത്തിന്റെ മൂലകാരണം എന്താണെന്നാണ് മാതാജി ചോദിക്കുന്നത്. ഉത്തരം പറയാം. He says forgetfulness of God. That's true. And in Srimad Bhagavatam it is said in this verse, Vayam dvityam abhiniveshata siyat, ishata pritasya viparyaya smriti, tan maya tavachetam ekam bhakti kayesham gurudeva tadma. So what is said in this verse? It is said that fear arises out to forgetfulness of the Lord, and then when the soul becomes averse to the Supreme Lord, when he starts to look in different direction, then Maya catches him by his own desires and gives this forgetfulness to the Lord. ഭഗവാനെ മറക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നതെന്ന് ശ്രീമദ് ഭാഗത്തിൽ പറയുന്നുണ്ടെന്ന് മാതാജി പറയുന്നു. ശ്രീമദ് ഭാഗത്തിലെ ഒരു ശ്ലോകമാണ് മാതാജി ഉദ്ധരിച്ചത്. അതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൂല സ്വഭാവം മറക്കുന്നു. ആ ദ്വിതീയ അതിനോട് നമ്മുടെ ശരീരത്തിനോട് നമുക്ക് അഭിനിവേശം വരുമ്പോൾ ഭഗവാനിൽ നിന്ന് ഒരു വിരക്തി അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് ഒരു വെറുപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വേറിട്ടുള്ള ഭാവം ഭഗവാനിൽ നമുക്ക് ജനിക്കുകയും അതുകൊണ്ട് നമ്മൾ വേറൊരു ദിശയിലേക്ക് മാറിപ്പോവുകയും ആ വേറെ ദിശയിൽ നമ്മൾ മാറിപ്പോകുമ്പോൾ തീർച്ചയായും ഭഗവാനിൽ നിന്ന് അകന്ന് പോവുകയും ചെയ്യുന്നു. So and then this soul began to wander in this material universe, completely forgotten his own eternal relationships with the Lord and his own
nature, his swarupa, his swadharma, completely forgotten, and that's why he started to fear. അപ്പൊ അങ്ങനെ ഈ ജീവാത്മാവ് അലഞ്ഞലഞ്ഞു പോവുകയാണ്. സ്വന്തം മൂലസ്വഭാവം, സ്വന്തമായ ധർമ്മം എന്തെന്നും അറിയാണ്ട് ഓരോ ദിക്കിൽ അലഞ്ഞു പോകുമ്പോൾ ഈ അതിന്ന് ജനിക്കുന്ന കാര്യമാണ് ഈ ഭയം എന്ന് പറയുന്നത്. And in the same verse, Srimad Bhagavatam also tells us the remedy. What will be the remedy? That only that fortunate soul who will come and surrender to real, pure Guru and taking him as his own very self and having to him the same face as to Lord himself, only this person will be free from the fear and will go back to Godhead. അപ്പോൾ ഇതിന്റെ ഒരു നിവാരണം എന്താണ് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തി, ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ജീവാത്മാവ് ഒരു യഥാർത്ഥ പ്രാമാണികമായ ഗുരുവിൽ എത്തുകയും അതിൽ അദ്ദേഹത്തിനോട് ശരണമടയും എല്ലാം അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ ജീവാത്മാവ് മാത്രമേ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയുള്ളൂ. So then the question may be raised, how to find this real Guru? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രാമാണികമായ ശരിയായ യഥാർത്ഥ ഗുരുവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നൊരു ചോദ്യം വന്നേക്കാം. Our Vaishnavas and our scriptures always tells us that there are mainly 3 types of devotees: Kanishtha, Madhyama and Uttama. നമ്മുടെ വൈഷ്ണവ സ്ക്രിപ്ചർ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് 3 തരം ഭക്തന്മാരുള്ളത്. കനിഷ്ഠ ഭക്തന്മാർ, മധ്യസ്ഥ ഭക്തന്മാർ, പിന്നെ ഉത്തമ ഭക്തന്മാർ. അങ്ങനെ 3 തരം ഭക്തന്മാരായിട്ട് ഒരു ഗ്രേഡിംഗ് നടത്തുന്നുണ്ട്. And when we read these verses from the scriptures, we can understand that actually all this is related only to Uttama Guru, only to pure devotees of the Lord. അപ്പോൾ നമ്മൾ സ്ക്രിപ്ചേഴ്സ്, ഈ ശാസ്ത്രങ്ങൾ നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ശരിയായ ഗുരു എന്നുള്ളത് ഉത്തമ അധികാരി തന്നെയാണ്. So who is the Uttama Adhikari? അപ്പോൾ ആരാണ് ഈ ഉത്തമ അധികാരി? In this regard, I want to quote something that said Srila Prabhupada, that said Srila Bhaktisiddhanta Saraswati Thakur, and the other scriptures also says about Uttama Guru, about how we can find this. അപ്പോൾ ഈ ഉത്തമ ഗുരു എന്ന് ആര് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശീല പ്രഭുപാദിന്റെ ചില കൊട്ടേഷൻസ്, ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ ചില കാര്യങ്ങൾ ഇതിനെപ്പറ്റി കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. Like in Chaitanya Charitamrita it is stated, Shastra Yukti Sunipuna Drida Shrada Yandra Uttama Adhikari Sayitara Samsara. So that one who is well conversant and an expert in all shastric presentation, he knows all shastras, he can dispel all the doubts of his disciple, and he has unflinching faith in the words of shastras, in rules and regulations of shastras. This person can be considered as an Uttama Adhikari who can deliver the world. അപ്പോൾ ആരാണ് ഉത്തമ അധികാരി? ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു ശ്ലോകമാണ് മാതാജി പറഞ്ഞത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തമ അധികാരി എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനായിരിക്കണം, എല്ലാ ശാസ്ത്രങ്ങളിലും തീർച്ചയായും ഒരു അവഗാഹം ഉണ്ടായിരിക്കണം. അതുവഴി ഭക്തന്മാരിൽ എന്തെല്ലാം സംശയമുണ്ടോ അതെല്ലാ സംശയങ്ങളും നിവാരണം ചെയ്തുകൊണ്ട് ഈ ഉത്തമാധികാരി ശാസ്ത്രങ്ങളിൽ പറയുന്ന വാചകങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, അതിന്റെ യമനിയമങ്ങളിൽ വിശ്വാസം ഉണ്ടാവും, അത് പരിപാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും വിശ്വാസത്തോടെ പോകുന്ന ഒരു വ്യക്തി ആരാണോ അതാണ് ഉത്തമാധികാരി. And then in Srimad Bhagavatam it is said by Shri Havir Uvacha, Sarva Bhuteshu Yah Pashyed Bhagavad Bhavam Atmana Bhutani Bhagavati Atmani Esha Bhagavatottama. In this verse, Shri Havir tells us about the most important quality of Uttama Bhagavatam, pure devotee of the Lord. He says that pure devotee sees in every one who he meets
the Supreme Lord Himself. He never sees the external form. That's why He always relate to everyone equally, because He sees that everyone is Krishna's devotee. Every soul is serving to Krishna. And that's why He is always in supreme bliss, and He is always very compassionate also. ശ്രീമദ് ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകമാണ് പിന്നീട് നമ്മൾ ഉദ്ധരിച്ചത്. ഹവി എന്ന് പറയുന്ന ഒരു യോഗി, അദ്ദേഹമാണ് ശ്രീമദ് ഭാഗവതത്തില് ആരാണ് ഉത്തമാധികാരി, ആരാണ് ശുദ്ധഭക്തൻ എന്ന് പറയാണ്. ഈ ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കാണുന്ന, എല്ലാവരിലും ഭഗവാനെ ശ്രീകൃഷ്ണനെ കാണുന്ന ആരാണോ ആ വ്യക്തിയാണ് ശുദ്ധഭക്തൻ. അത് കാരണം അത് എല്ലാവരും ആ ഭഗവാനെ അദ്ദേഹം ദർശിക്കുകയാണ്. എല്ലാവരോടും അതുകൊണ്ട് സമമായി അദ്ദേഹം പെരുമാറുന്നു. അദ്ദേഹം വളരെയധികം ഉത്കൃഷ്ടമായ ആ ആനന്ദത്തിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തനാണ് ശരിയായ ഉത്കൃഷ്ട അധികാരി. There is one more verse in 11th canto of Srimad Bhagavatam about this topic. Visrijati hridayam nayasya sakshat darir avasavihito pi adhodha nasha pranaya rasanaya tritangri padma sabhavati Bhagavata pradhana yukta. The Supreme Personality of Godhead is so kind to the conditioned souls that if they call upon Him by speaking His holy name, even unintentionally or unwillingly, the Lord is inclined to destroy innumerable sinful reactions in their hearts. ശ്രീമദ് ഭാഗവതം 11ാം സ്കന്ധത്തിൽ വീണ്ടും ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ഭഗവാൻ എത്രയും കൃപാലുവാണ് എന്നാണ് അതിൽ വർണ്ണിക്കുന്നത്. ഈ കൃപാലുവായ ഭഗവാൻ വളരെ ബദ്ധനായ ഒരു ആത്മാവ് അറിയാതെയും ഒരു ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ആ പരിശുദ്ധമായ നാമം കൊണ്ട് അറിയാതെ യാതൊരു ഉദ്ദേശമില്ലാണ്ട് ഭഗവാൻ വിളിച്ചാൽ പോലും അദ്ദേഹത്തിൽ ആ വ്യക്തിയിലേക്കുന്ന ധാരാളമായിട്ടുള്ള ആ പാപങ്ങൾ നശിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആ വ്യക്തിയെ ഉദ്ധരിക്കുകയും ചെയ്യും ഭഗവാൻ. So therefore, when that devotee who has taken full shelter unto the lotus feet of Supreme Lord, who has captured Him in his heart, when he is calling His holy names, then the Supreme Lord cannot leave the heart of such devotee. അങ്ങനെ ശുദ്ധ ഇങ്ങനെ ഒരു ഭക്താത്മാവ് വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ആരാധനയോട് ഭക്തിയോടുകൂടി ഈ ഭഗവാന്റെ പേര് എടുക്കുകയാണെങ്കിൽ ഈ ഭഗവാൻ ഒരിക്കലും ആ വ്യക്തിയെ ആ ഭക്താത്മാവിനെ ഒരിക്കലും വിടാൻ പറ്റില്ല. അയാളുടെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. So that devotee who has this type of genuine love to the Supreme Lord is called Bhagavata Pradhana or Uttama Bhagavata, pure devotee of the Lord. അങ്ങനെ ശുദ്ധമായ പ്രേമം ഭഗവാനിൽ ഹൃദയത്തിൽ ആരാണോ നിറച്ചിരിക്കുന്നത് ആ ആത്മാവിനെയാണ് ഭഗവത് പ്രധാന ഉത്തമ അധികാരി എന്ന് പറയുന്നത്. Our Vaishnava Acharyas, they say that such devotees always exist in this material world. They always are on the planet. So we never should think that, oh, Srila Prabhupada left this world, Srila Gurudeva left this world, all exalted Acharyas left this world. Where can I find such guru? അപ്പോ നമ്മുടെ ആചാര്യന്മാർ വൈഷ്ണവ ആചാര്യന്മാർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ശുദ്ധഭക്തന്മാര് എപ്പോഴും ഈ ഭൂലോകത്തിൽ ഈ ഗോളങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നിലനിൽക്കുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഓ ശീലാ പ്രഭാത് വിട്ടുപോയല്ലോ, ഗുരുദേവൻ വിട്ടുപോയല്ലോ, വലിയ വലിയ പ്രമുഖരായ ആചാര്യന്മാർ ഇപ്പോൾ ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. Actually, our scriptures tell us that without pure devotee, this world cannot exist, because the burden of the earth is so high because of all these sinful reactions and all these sinful activities of the people, especially in Kali Yuga, that earth just simply cannot tolerate it without the pure devotees who comes in this world to ease this burden from the earth and to help all the conditional souls. അപ്പോൾ വേദങ്ങളും നമ്മുടെ ശാസ്ത്രങ്ങളും പറയാണ്
ഏത് സമയത്തും ശുദ്ധഭക്തന്മാർ ഉണ്ട് ഈ ലോകത്തിലുണ്ട്. കാരണം എന്തെന്നാൽ ഈ ഭക്തന്മാർ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ താങ്ങാൻ ഭൂമിക്ക് ഒരിക്കലും ശക്തി ഉണ്ടാകില്ല. അതുകൊണ്ട് ശുദ്ധഭക്തന്മാർ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ ഭാരം കുറയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും ശുദ്ധഭക്തന്മാർ ഉണ്ട് ഇവിടെ, അവരുള്ളതുകൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് തന്നെ. Therefore, we always can have this hope. Yes, if I sincerely want to come to Krishna, if I sincerely want to have a real guru, then Krishna surely will show me such a devotee. അപ്പോൾ നമുക്ക് എപ്പോഴും ആശിക്കാം, വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു നല്ലൊരു ഗുരുവിനെ വേണം, എനിക്ക് കൃഷ്ണനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗുരുവിനെ വേണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ അങ്ങനെയുള്ള ഗുരുവിന്റെ അടുത്തേക്ക് നമ്മളെ അയക്കും. Because actually these devotees are so high that any newcomer cannot see the real qualities of such person. This is hidden from our vision. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഭക്തർക്ക് ഒരു പക്ഷേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഗുരുവിൽ നിന്നുള്ള ആ ഗുണങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ വലിയ ഗുണങ്ങളെല്ലാം, വലിയ മേന്മയേറിയ ഗുണങ്ങളെല്ലാം അവരിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. The nature of Kanishta Adhikari, as it is said in the scripture, is that he has some faith in the scriptures and in worship to the Lord, but he cannot recognize one thing of another. He cannot understand who is Kanishta, who is Madhyama, who is Uttama. He may read about this in the scriptures, but when he sees the devotees, he cannot understand what type of the symptoms he perceives. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ, പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ ഒരു കനിഷ്ഠാധികാരിക്ക് ഒരിക്കലും ആരാണ് കനിഷ്ഠാധികാരി, ആരാണ് മധ്യമാധികാരി, ആരാണ് ഉത്തമാധികാരി എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഒരുപക്ഷെ ശാസ്ത്രങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഈ പറയുന്ന 3 തരത്തിലുള്ള 3 ഘട്ടങ്ങൾ തലത്തിലിരിക്കുന്ന ആ ഭക്തന്മാരുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു കനിഷ്ഠാധികാരിക്ക് കഴിയില്ല. At first I sought to speak and to show you the symptoms of Kanishta, Uttama and Madhyama Adhikaris. But now I think that the most important is to understand how we can find this pure Guru. Because we can read, but since we are Kanishtas, we cannot recognize ourselves. ഞാൻ ആദ്യം കനിഷ്ഠാധികാരി, മധ്യമാധികാരി അല്ലെങ്കിൽ ഉത്തമാധികാരി ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ തോന്നി എന്താണ് ശരിയായ ആ കനിഷ്ഠാധികാര ലക്ഷണം, എന്താണ് ശരിയായ പ്രശ്നം എന്ന് മനസ്സിലാക്കാണ്ടേ ഇതിലേക്ക് കടക്കണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. And when some devotees asked Srila Gaur Govinda Goswami Maharaj how we can recognize the pure devotee, he told, I won't just read because it's very beautiful quote actually. He was asked, how does one recognize a sadhu? And Srila Gaur Govinda Swami answered, cry before Krishna. Only he can help you to find a sadhu. You can't recognize a sadhu. അപ്പോൾ ഒരു ശിഷ്യൻ ശ്രീ ഗൗർ ഗോവിന്ദ് മഹാരാജിന്റെ ശിഷ്യന്മാരെ അദ്ദേഹം ചോദിച്ചു, ഗുരു എങ്ങനെയാണ് നമുക്ക് ഒരു ശരിയായ ഗുരുവിനെ മനസ്സിലാക്കാൻ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, നമ്മൾ കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് കരയൂ, എന്നാൽ മാത്രമേ ശരിയായ സാധുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശരിയായ ഗുരുവിന്റെ ലക്ഷണം മനസ്സിലാക്കാൻ കഴിയില്ല. You have no vision to see the sadhu. If you try by yourself to recognize sadhu, then you will be cheated. നിങ്ങൾക്ക് ശരിയായ സാധുവിനെ കാണാനുള്ള വിഷൻ കാഴ്ചപ്പാടില്ല. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വഞ്ചിതരാകും. If you are serious, then cry before Krishna. അപ്പോൾ നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി ഗൗരവമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളാണെങ്കിൽ കൃഷ്ണന്റെ മുമ്പിൽ നിന്ന് കരയുകയേ മാർഗമുള്ളൂ. Oh Krishna, I am your servant. ഓ കൃഷ്ണ, ഞാൻ അങ്ങയുടെ ദാസനാണ്. Ainanda Tanuja Kinkaram Patitamam
Грехами Баламбудха, Крипаятава Падапанкаджа, Стхидатури Sadrisham Vichintaya. Mahaprabhu has taught us this. This is crying before Krishna. അപ്പോൾ ശ്രീ ശാസ്ത്രത്തിലെ മഹാപ്രഭു ഏ നന്ദ തനോജകിങ്കരം പതിതന്മാം വിഷ്ണേ ഭവാംബുദോ കൃപയാ തവപാദ പങ്കജ സ്ഥിതദൂരി സുദിശ്യയ. അപ്പോൾ ശില മഹാപ്രഭുവാണ് ഞാൻ ഏറ്റവും പതിച്ച ആളാണ്. O Nanda Tanuja, son of Nanda Maharaj, I am your kinkara, your servant. Somehow or other I am fallen here in this dreadful ocean of material existence, and I have been drawing from time immemorial. But I want to serve you. അപ്പോൾ ഭക്തി വിനോദ് സ്വാമി മഹാരാജ് പറയുകയാണ് എങ്ങനെയാണ് നമുക്ക് ഒരു ഉത്തമമായ വൈഷ്ണവനെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിന്റെ ഉത്തരമായിട്ട് ഭക്തി വിനോദ് സ്വാമി പറയുന്നത് എത്രയധികം ആൾക്കാരെ, എത്ര എണ്ണങ്ങളായ പുത്രാത്മാക്കളെ, എത്ര ആൾക്കാരെ കൃഷ്ണാബോധത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അയാളാണ്, ആ വ്യക്തിയാണ് ഉത്തമാധികാരി. And this we can see ourselves. Like Srila Prabhupada was preaching in the West only for 12 years, and how many thousands of disciples he had, how many thousands of fallen souls all over the world he brought into Vaishnavism, because now practically in every city of the world people chant the holy names of Krishna. ഇത് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശീല പ്രഭുപാദ അമേരിക്കയിൽ പോയിട്ട് എത്ര പതിനായിരക്കണക്കിന് പതിതരായ ആത്മാക്കളെ കൃഷ്ണാബോധത്തിൽ കൊണ്ടുവരികയും, ഇതിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ ടൗണോ ഒരു ചെറിയ പട്ടണം പോലും ഇല്ല കൃഷ്ണാബോധ കൃഷ്ണൻ നാമം ചെല്ലാത്ത ഒരു ചെറിയ പട്ടണം പോലും ലോകമെമ്പാടും ഇല്ല എന്നാണ് വാസ്തവം. Like Srila Bhakti Rakshak Sridhar Goswami Maharaj, he never left India. He never went to preach in Western countries. He never traveled so much, even in India itself. He practically all his life he was near Navadvipatkham, doing his bhajan. But he is famous all over the world. His glories found himself, and so many thousands of disciples came to him, even though he didn't travel. ശ്രീ രക്ഷാക്ഷി ദയ മഹാരാജ് അദ്ദേഹം ഒരിക്കലും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ലോകങ്ങൾ എവിടെയും പോയിട്ടില്ല. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അദ്ദേഹം സഞ്ചരിക്കാത്ത ആളാണ്. അദ്ദേഹം നവദ്വീപിൽ മാത്രം ഇരുന്നുകൊണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാഴ്ത്തുകൾ, അദ്ദേഹത്തിന്റെ ഗ്ലോറീസ് ധാരാളം ആൾക്കാർ മനസ്സിലാക്കുകയും ആയിരം ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് നവദ്വീപിൽ വരുന്നുണ്ട്. Like my Srila Gurudev, who was granted the title of Yuga Acharya by the Vaishnava Society in Mathura and Vrindavan, he started to travel only at last 15 years of his life. But he managed to travel more than 30 times all over the world, and he brought thousands and thousands, practically lakhs of disciples. ഇതേപോലെ തന്നെ എന്റെ ഗുരുവാചാര്യ ഭക്തി വേദാന്ത നായർ മഹാരാജ് അദ്ദേഹം ആദ്യമൊന്നും സഞ്ചരിക്കുമായിരുന്നില്ല. അവസാനത്തെ 15 വർഷങ്ങളിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. 31 പ്രാവശ്യം അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാരെ അദ്ദേഹം കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവന്നു ചെയ്തു. So why they can attract so many souls? Because they are so pure that when you come to them, you don't feel that they need something from you. You don't feel in them any urge to money, to false fame or prestige or whatever. You just feel that they came to give you love. And since every fallen soul, that only what he wants is love in this world, this is attracting the most. അപ്പോൾ എന്താണ് ഇവർ ഇത്രയും ആകർഷണീയമായിട്ട് നമുക്ക് തോന്നുന്നത്? ധാരാളം ആൾക്കാർ നമുക്ക് തോന്നുന്നത് എന്താണ് ആകർഷണം വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് തോന്നില്ല അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല. നമ്മളിൽ നിന്ന് പണമോ അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രസിദ്ധിയോ അല്ലെങ്കിൽ പ്രതിഷ്ഠയോ ഒരിക്കലും കാക്ഷിക്കാത്തവരാണ്, ആഗ്രഹിക്കാത്തവരാണ് ഈ ആൾക്കാർ. ഈ പ്യൂർ ഡിവോട്ടി ശുദ്ധ ഭക്തന്മാര് നമുക്ക് പ്രേമമാണ്, അഹേതുവായ പ്രേമമാണ് നമുക്ക് തരുന്നത്. ആ ഒറ്റ പ്രേമം കൊണ്ട് മാത്രമേ നമുക്ക് അവരിൽ നിന്ന് കിട്ടുള്ളൂ എന്നൊരു ചിന്ത വരുമ്പോഴാണ് ശരിയായ ശുദ്ധഭക്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So when you come to such
persons, when you receive this love, then your heart starts to change. And that's why the most of the people, they stay near such sadhus, because they are the most pure, and our soul become to revive next to them. അപ്പോൾ ഇങ്ങനെയുള്ള പരിശുദ്ധ ഭക്തന്മാരെ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ആ സന്ദർശനം കൊണ്ട് ദർശനം കൊണ്ട് മാത്രം തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധികൾ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആ ശുദ്ധ ഭക്തന്മാരുടെ സാന്നിധ്യം അവരുടെ എപ്പോഴും അടുത്ത് നിൽക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും അധ്യാപകരുടെ ദർശനം കൊണ്ട് മാത്രം. So all our Vaishnava acharyas in our line of Sri Chaitanya Mahaprabhu, they all say that this is the most important what we have to do in this life, to come at one point or another to pure devotee. അപ്പോൾ നമ്മുടെ എല്ലാ വൈഷ്ണവാചാര്യന്മാരും ശാസ്ത്രങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും സമയത്ത് വിശുദ്ധനായ ഭക്തന്റെ അടുത്ത് എങ്ങനെയെങ്കിലും പോയിരിക്കണം. Before his departure of this world, my Srila Gurudeva was asked, but how to continue the mission? If it will come that not pure devotee will manifest himself, but maybe not immediately. So what we have to do in meanwhile? Should we stop preaching? How we should act? Disciples of my Srila Gurudev asked him before his departure. മഹാരാജിന്റെ ശിഷ്യന്മാർ, ഭക്തിവേദാന്ത സ്വാമിയുടെ മഹാരാജത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹം വിടുന്നേക്കാൾ മുമ്പ് ചോദിച്ചു, എങ്ങനെയാണ് നമുക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റുക? ഒരു ശുദ്ധ ഭക്തൻ എപ്പോഴാണ് വരിക നമുക്ക് അറിയില്ല. അപ്പോൾ അതിന്റെ ഇടയിൽ ഈ ശുദ്ധഭക്തന്മാര് വരുന്നാലും നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ദർശനം, അദ്ദേഹത്തിന്റെ ആ സാമീപ്യം ഉണ്ടാകുന്നവരെ ആ ഇടവേളയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. Because most of the scriptures they say that this is the most important to come to pure devotee. But what to do if someone cannot find a pure devotee? Maybe he's not enough sincere, maybe he's sincere, but his finding of pure devotee is just not in the near future, but maybe some later. So what he should do meanwhile? അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയാണ് നമുക്കൊരു ശുദ്ധഭക്തന്റെ ആവശ്യമുണ്ട്. എന്നാൽ ശുദ്ധഭക്തന്മാരെ നമുക്ക് കിട്ടുന്നില്ല, അവർ അറിയുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്ന നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആത്മാർത്ഥത ഒരുപക്ഷെ ഉണ്ടാവാതിരിക്കില്ല, അത്രത്തോളം ആ വ്യഗ്രത ഒരുപക്ഷെ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ശുദ്ധഭക്തന്മാരെ കിട്ടുന്നത്, നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. My Gurudev answered the same that told Srila Prabhupada many years before. അപ്പോൾ ഇതേ ഉത്തരം തന്നെ എന്റെ ഗുരുമഹാരാജ് ശില പ്രഭുപാദ വർഷങ്ങൾക്ക് മുമ്പ് എന്ത് പഠിപ്പിച്ചു അത് തന്നെ പറഞ്ഞു. He told that of course some gurus they are kanishtas, some gurus they are madhyamas, and only very rare you can find the pure Uttama Mahabhagavata. അദ്ദേഹം പറഞ്ഞു ചില ഗുരുക്കന്മാർ കനിഷ്ഠ ഗുരുക്കന്മാരാണ്, ചില മധ്യമ ഗുരുക്കന്മാരാണ്, വളരെ അപൂർവമായിട്ടും വളരെ വിരളമായിട്ടുമാണ് ഉത്തമ ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. And some persons of course can accept the guru kanishta or the guru madhyama. Of course ചില ആൾക്കാർക്ക് സ്വീകരിക്കാൻ കഴിയും, ഒരു ഗുരു കനിഷ്ഠയോ അല്ലെങ്കിൽ ഗുരു മാധ്യമനെയോ സ്വീകരിക്കാൻ കഴിയും. And if this guru is sincere, if he follows all rules and regulations, if he himself takes guidance from the higher sadhu, then it is completely okay to serve this guru with all your efforts, with all your heart. അപ്പോൾ ഇങ്ങനെ ഒരു കനിഷ്ഠ ഗുരു അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും പറയുന്ന യമനിയമങ്ങൾ അനുസരിക്കുകയും അദ്ദേഹത്തിനേക്കാൾ മേലാധികാരി ഉത്തമമായിരിക്കുന്ന മേലിലുള്ള ആ സാധുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കനിഷ്ഠ ഗുരുവാണെങ്കിൽ പോലും ആ ഗുരുവിനെ നമ്മൾ പിന്തുടരാം, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ മുഴുവൻ എടുത്തുകൊണ്ട് സ്വീകരിക്കുന്നതിന് തെറ്റില്ല. And this type of guru, the only thing you have to understand that this type of guru cannot give you all necessary to come back to Godhead. ഇതിൽ ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ പറയുന്ന ഈ തരത്തിലുള്ള ഗുരുവിന് നമ്മളെ ഭഗവത് ധാമനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. So at one time
or another, it may come that you will feel insufficiency, and then you can think that, oh, I want to find a Shiksha Guru. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ആ ആത്മീയ ജീവിതത്തിന് ഇടയിൽ ഒരു പക്ഷേ നമുക്ക് തോന്നും ഒരു പോരായ്മ അല്ലെങ്കിൽ മുഴുവൻ ഇല്ലായ്മ ഒരു പക്ഷേ തോന്നും. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു ഗുരുവിനെ അന്വേഷിക്കാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമുക്കുണ്ടാകും. And then my Gurudev told that actually in this case, when you feel that I want to go to pure devotee, I want to find a Mahabhagavat, if you will find after you cry in your heart, as it was said before, if you will find such a guru, it doesn't mean that you have to turn your back to your own guru who gave you Harinam or even Diksha. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഈ ശിഷ്യൻ വളരെ ആത്മാർത്ഥതയോടെ കൃഷ്ണന് മുമ്പിൽ നിന്നിട്ട് വളരെ കരയുകയാണ്. ഒരു മഹാഭാവത ഗുരുവിനെ കിട്ടണം ആഗ്രഹിക്കാമെങ്കിൽ. അങ്ങനെ ഒരു മഹാഭാവതനെ കിട്ടിയാൽ തന്നെ നമ്മളെ പഴയ ഗുരുവിനെ പിന്തിരിയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹമാണ് നമുക്ക് ഹരിനാമം തന്നത്. അതിൽ തന്നെ പുറകു കാണിക്കേണ്ട അല്ലെങ്കിൽ മൂട് കാണിക്കേണ്ട ആവശ്യം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. If this guru sincerely follows, if he is sincere Vaishnava, although maybe not highly advanced, then the duty of the disciple is to go and ask permission. Please, I want to go and hear this Vaishnava. അപ്പോൾ ഈ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന ഹരിനാമം പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ് അതെല്ലാ നിഷ്ഠകളും പാലിക്കും എന്നെങ്കിൽ അങ്ങനെ ഗുരുവിന്റെ അടുത്ത് ഈ ശിഷ്യൻ പോയിട്ട് പറയാണ്, പ്ലീസ് എനിക്ക് ദയവീതിട്ട് എനിക്ക് ആ ആചാര്യനിൽ നിന്ന് കേൾക്കണം ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ അഭ്യർത്ഥിക്കണം. And this my Gurudev told will be the real test for this guru, because if someone is real Vaishnava, he will be very happy to hear if his disciple wants to go and take Shiksha from some advanced Vaishnava. അപ്പോൾ ഇത് ശരിയായ ഒരു വൈഷ്ണവന്റെ പരീക്ഷണമാണ്. ഒരു ശിഷ്യൻ വന്നിട്ട് ഗുരുവിനെ പറയാണ്, എനിക്ക് വേറൊരു കുറച്ച് മുതിർന്നൊരു ആചാര്യന് കേൾക്കണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വൈഷ്ണവൻ സന്തോഷിക്കുകയാണെങ്കിൽ ആൾ ശരിയായ ഗുരുവാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു പക്ഷേ ആ ശിഷ്യനെ ആ മുതിർന്ന ആചാര്യന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. He will tell, oh, you found a pure devotee. Who is he? I will go with you. അപ്പോൾ ആ ഗുരു പറയും, ഓ, നിങ്ങൾ ഒരു പ്രസിദ്ധമായ ഒരു വൈഷ്ണവനെ കണ്ടിരിക്കുകയാണോ? ശരി, എനിക്കും കാണണം, എന്റെ ഒപ്പം നിങ്ങളുടെ ഒപ്പം ഞാനും വരുന്നുണ്ട് എന്നാണ് പറയുകയുള്ളൂ. And I saw in my life how it has happened. So if someone is really Vaishnava, it is exactly the truth. I saw. അപ്പോൾ മാതാജി പറയുന്നത്, ഞാനിത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ശരിയായ ഒരു വൈഷ്ണവന്റെ അടുത്തേക്ക് പോകാനുള്ള മാർഗം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. And I want to finish this topic quoting you very nice verses from Sri Narahari Sarkar, who says also about this Vaishnava etiquette. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രീ നരഹരി സർക്കാർ വൈഷ്ണവ ആചാരങ്ങളെ കുറിച്ച് വൈഷ്ണവ മര്യാദയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ നരഹരി സർക്കാർ. His work is called Shri Krishna Bhajanamrita. ശ്രീകൃഷ്ണ ഭജനാമൃതം എന്നാണ് ഈ നരഹരി സർക്കാരിന്റെ കൃതി. So he's telling here, Sakala Vaishnava eva Gurava, Tara Diksha Gurava, Shiksha Gurava eva Visheshata Shanti, Etayor eva Kim Acharyanyam. All the pure Vaishnavas are gurus because all of them, through instructions and pure character, generate devotional energy in the heart of the living entities. ഈ പറയുന്ന എല്ലാ ഗുരുക്കന്മാരും പ്രസിദ്ധരാണ്. കാരണം അദ്ദേഹത്തെയും ശാസ്ത്രങ്ങൾ നിർദ്ദേശപ്രകാരം ആചാരങ്ങൾ പ്രകാരം എല്ലാ ആത്മാക്കളുടെ ഹൃദയങ്ങളിൽ ആ പരിശുദ്ധമായ പ്രേമം നിറയ്ക്കുന്നു. Among them the pure Vaishnava from whom the proper initiation is taken is the Diksha Guru, and from whom the science of devotion is learned is the Shiksha Guru. What kind of conduct should be shown towards the Diksha Guru and Shiksha Guru?
അപ്പോൾ കൃഷ്ണബോധത്തെ കുറിച്ചുള്ള ശരിയായ ശിക്ഷണം കിട്ടുന്നത് ശിക്ഷാഗുരുവും, കൃഷ്ണബോധത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവത്ധാമിലേക്ക് നയിക്കുന്ന ആരാണോ അത് ദീക്ഷാഗുരുവാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടതാണ്. Аке паланам тутайорева кайрам, ядитав алфа балотат хапиран ядра, махатам мукхат шикша вишешам, кятвапи гураве деям, тад эва гурушу падханиям натугура гуро хела ядха паджана путро, ритхо парджанам критва питари, датва пратихитва пуджита, яди сваям ания кадати, тадхакку путра паписят. It is the duty of the disciple to be obedient to both the Diksha Guru and Shiksha Guru. If the initiating Guru appears to be lacking in spiritual potency, then the disciple may approach a more advanced Vaishnava for spiritual instruction. അപ്പോൾ ഒരു ശിഷ്യന്റെ ചുമതല അല്ലെങ്കിൽ കടമ എന്ന് വെച്ചാൽ ദീക്ഷാഗുരുവിനും ശിക്ഷാഗുരുവിനും ഒരേപോലെ ബഹുമാനം കാണിക്കേണ്ടതാണ്. ഒരുപക്ഷെ ശിക്ഷാഗുരു അത്രത്തോളം അഡ്വാൻസ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി മുന്നിലെത്തുന്ന ഒരു ശിക്ഷാഗുരുവിന്റെ അടുത്ത് പോകുന്നതിൽ തെറ്റില്ല. The disciple should respect the instructing Guru, but while receiving instruction, he should not neglect his Diksha Guru. Just as a good son dutifully brings his earnings to his father and is allocated a certain amount to spend freely, similarly, the good disciple presents all he has learned to his Diksha Guru, who may then confirm what he has understood and instruct him further on certain points. അപ്പോൾ ശിക്ഷാഗുരുവിൽ നിന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും അവർ ദീക്ഷാഗുരുവിന്റെ അടുത്തേക്ക് ഒരു തെറ്റായ രീതിയിൽ അപ്രോച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകൻ ധാരാളം സമ്പാദിച്ച ശേഷം അത് തിരിച്ച് അച്ഛനെ നൽകുന്ന പോലെ ശിക്ഷാഗുരുവിൽ നിന്ന് എന്തൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ദീക്ഷാഗുരുവിന് കൊണ്ടുകൊടുക്കേണ്ട ചുമതല കൂടി ഈ ശിഷ്യനുണ്ട്. The bad son who keeps his earnings for himself is considered useless. Similarly, the bad disciple who does not confirm with his spiritual master the instructions he has received from another is sinful. ഇങ്ങനെയാണ് ദുപുത്രൻ സ്വന്തം ഈ സമ്പാദ്യങ്ങളെല്ലാം സ്വന്തമായി ഉപയോഗിക്കുകയും അച്ഛന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നതുപോലെ ഒരു ശരിയായ തെറ്റായ ഒരു ശിഷ്യൻ എല്ലാ ശിക്ഷാഗുരുവിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ സ്വന്തമായിട്ട് വെക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ശിഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി നല്ലൊരു ശിഷ്യനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ശിഷ്യനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. Kintu Gadi Gurur Asamanjasam Karoti Tarhi Yukti Siddhaya Siddhantas Tasya Rahasiddhanta Karaniyo Natutyajya. If the spiritual master commits a wrongful act, breaking the Vaishnava regulative principles or gives instructions which do not correspond with the Shastric injunctions, then in that case one should in a solitary place chastise him for his rectification by quoting from Sadhu, Guru and Shastra. If by that the Guru accepts his punishment by pleasure and rectifies himself accordingly, he is not to be abandoned. അപ്പോൾ ഇവിടെ ഒരു ഗുരു ഒരു ശിക്ഷാഗുരു അല്ലെങ്കിൽ അതീയ ഗുരു വേദത്തിൽ അല്ലെങ്കിൽ യമനിയമങ്ങൾ തെറ്റായി ലംഘിക്കുകയും ശരിയായ രീതിയിൽ ആ വേദങ്ങൾ പഠിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ശിഷ്യൻ ഒരു ഏകാന്തമായ സ്ഥലത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഗുരുവിനോട് സാധുശാസ്ത്ര പ്രകാരം തങ്ങൾ ചെയ്ത് തെറ്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ ഒരു ഗുരു അത് സ്വീകരിക്കുകയാണ് അത് സമ്മതിക്കുകയാണ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗുരുവിനെ നമ്മൾ വിട്ടുമാറേണ്ട കാര്യമില്ല. Then he continues, one should not be fearful because one is confronting or challenging his spiritual master, for it has been prescribed that one must appropriately discipline even the spiritual master who is inexperienced or ignorant, who has deviated from the Krishna consciousness path, or if he is bewildered by false pride. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശിഷ്യൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഒരു ഗുരു തെറ്റായ മാർഗത്തിൽ പോവുകയാണ്,
കൃഷ്ണാബോധത്തിൽ നിന്ന് വ്യതിചരിച്ച് തെറ്റായ യമനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു ഗുരു പോവുകയാണെങ്കിൽ ആ ഗുരുവിനെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ തിരുത്തുവാനുള്ള തിരുത്തുന്നതിൽ ഒരു ഗുരു ഒരു ശിഷ്യൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം കൃഷ്ണാബോധത്തിൽ സ്ക്രിപ്റ്റേഴ്സിൽ അതിനെ വ്യക്തമായി പറയുന്നുണ്ട്. These statements of the revealed scriptures are applicable at all time under all circumstances. This does fairly good to both spiritual masters as well as to disciples. അപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്ന ഉദ്ദേശങ്ങൾ, ശാസ്ത്രങ്ങൾ പറയുന്ന മര്യാദകൾ, ശാസ്ത്രങ്ങൾ പറയുന്ന യമനിയമങ്ങൾ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ ബാധ്യതമാണ്. അതുകൊണ്ട് ഗുരു ലംഘിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിഷ്യൻ അത് ഗുരുവിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ചെയ്യുന്നതിൽ തെറ്റില്ല. The natural behavior of the Vaishnava devotee is to take complete refuge of Lord Shri Krishna, the Supreme Personality of Godhead. The very life of the devotees, Vaishnavas, is singing the glories of Lord Krishna, describing and expanding the fame of Lord Shri Krishna, and discussing the nectar of his transcendental pastimes. അപ്പോൾ ഒരു ആത്മാവ് ചെയ്യേണ്ട കഴിഞ്ഞാൽ ഏത് സമയത്ത് കൃഷ്ണനിൽ ശരണമായും പൂർണ്ണമായും ശരണമടയുന്നു ഒരു ആത്മാവ്. പരിശുദ്ധമായ ഒരു ആചാരം ഒരു ഗുരു ആത്മാവാണെങ്കിൽ അല്ലെങ്കിൽ ഗുരു ആണെങ്കിൽ ഏത് സമയത്തും കൃഷ്ണനെ വാഴ്ത്തുകയും കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രപരം എന്തൊക്കെയോ കൃഷ്ണന്റെ അതിനെ പറ്റിയുള്ള ആ നെക്ടേറിയായിട്ടുള്ള കൃഷ്ണന്റെ അല്ല ലീലകളെ പറ്റി കുറിച്ച് എപ്പോഴും വാഴ്ത്തുകൊണ്ടിരിക്കുന്നതാണ് ശുദ്ധമായ ഒരു വൈഷ്ണവൻ ചെയ്യേണ്ടത്. So by this I want to finish, and I want to invite you all to find the pure devotee of the Lord, which are still on the planet. At least I personally know 2 of them who are on the planet, and maybe more even, but at least about these 2 it was confirmed for 100% from all Vaishnava authorities. So I want to invite you all to go there, to sit with them, to hear from them, and to open your hearts and find a real Guru. Shri Radha Madan Mohan Bhagwan ki jai. അപ്പോൾ ഇതോടെ ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, ഒരു ശുദ്ധമായ ഒരു ഭക്തനെ, ഒരു വൈഷ്ണവനെ ദർശനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിൽ ധാരാളം ശുദ്ധമായ ഭക്തന്മാരുണ്ട്. എനിക്ക് 2 പേരെ കുറിച്ച് അറിയാം. ഈ 2 പേര് എനിക്ക് വളരെ നല്ല അറിയാം. അത് പ്രൂവണാണ്, തെളിയിക്കപ്പെട്ടതാണ്. ഇവർ വളരെ നല്ല വൈഷ്ണവമാണ്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് ഇവരെ അടുത്തേക്ക് പോവുകയും അവരെ അടുത്തിരിക്കുകയും നിങ്ങളുടെ ഹൃദയം അവർക്ക് തുറന്നു കൊടുക്കുകയും അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. My Gurudev always stressed that the most important is to be under the guidance of present pure devotee, of that pure devotee who is now in this world. Because even though all our previous acharyas gave everything in their instructions, everything in their books, we cannot understand this by ourselves. He always told, your Prabhupada gave you everything. He gave you the treasure chest, but I have the key. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ മാതാജി മാതാജിലെ ഗുരുമഹാരാജ് നാനന്ദ് മഹാരാജ് പറയാണ്, എപ്പോഴും നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിന്റെ ആശയം എടുക്കേണ്ടതാണ്. ശരിയാണ്, എല്ലാ പഴയ ആചാര്യന്മാര്, പ്രമുഖ ആചാര്യന്മാര് നമുക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിവരിച്ചിട്ട് വളരെയധികം ക്ഷമയോട് വളരെ ധാരാളം കൊട്ടേഷൻസ് കൂടി അവർ ധാരാളം ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ അപഗ്രഥിച്ചിട്ടുണ്ട്, നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്, ധാരാളം പുസ്തകങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു ആവശ്യമാണ്. ഈ ഗുരുദേവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ശീലാപ്രഭാത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു നിധി, വലിയ നിധി, ഒരു പേടകം അദ്ദേഹം നിങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ താക്കോല് എന്റെ കയ്യിലാണ്. And in the same way now we, disciples of Srila Bhaktivedanta Narayana Goswami Maharaj, after his disappearance, we go and take shiksha to other pure devotees in this world, because our Gurudev certainly gave us everything. He left us treasures and treasures in his books, but we need this key, and this key can be only the living sadhu. ഇതേപോലെ തന്നെ നമ്മുടെ എൻ്റെ ഗുരുവായ His Holiness Divine Grace Bhaktivedanta Narayana Maharaj,
ധാരാളം പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്, ധാരാളം അമൃതം തന്നിട്ടുണ്ട്, ധാരാളം നിധി പോലെ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ശരി, ഇത് മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്ന് അവരുടെ കയ്യിലാണ് ഈ താക്കോലിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുരുവിന്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് തുടർന്നുള്ള ശിക്ഷണം അവരിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതാണ്. So now I just want you, please forgive me for all miscomings, or for all faults that I did in my class, and all good that you heard today. This is all coming from my gurus. Hare Krishna. Nitai Gaur Premanande. ഞാൻ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ കൃപ മാത്രമാണ്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ആൻഡ് മിസ്ഗീവിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുറവോ എന്തെങ്കിലും കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കണം എന്ന് ഞാൻ പറയുകയാണ്. Hare Krishna. Thank you, Maharaj. Thank you for a nice class. So, can some devotees ask any for clarification or questions? Sure. Okay. പരിശുദ്ധനും ഉത്തമനുമായ ഒരു ഗുരുവിനെ കിട്ടിയ ഒരു ശിഷ്യൻ നീചമായ അവസ്ഥയിൽ അധപ്പതിക്കുകയാണെങ്കിൽ ആ അവസ്ഥയെ അയാൾക്കറിയാം അയാൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന്. എങ്കിലും ആ അവസ്ഥയെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥയെ ആൾക്ക് എങ്ങനെ നമുക്ക് നന്നാക്കാൻ കഴിയുമോ? ശിഷ്യൻ. Mataji, the question is, a disciple of living souls, Jiva, has got a very Uttama Adhikari as his spiritual master, let's say Disha Guru. Okay. Even after getting a Disha Guru, a pure devotee, he has fallen and is continuously committing Yama Niyama, all those things. How this person can be rectified? If I understood correctly, you said that when you accepted the Guru, you considered him a pure devotee, but then you saw in his behavior that he is falling down. No? The devotee has fallen, the disciple has fallen. The disciple has accepted that okay. And the Guru is very Okay. Uttamadhikari. But even after accepting such a Guru, such a pure devotee as his Guru, Okay. still this person is committing, is violating the Yama Niyama and he has fallen. Okay. How can this disciple can be saved? This disciple will surely be saved as soon as he will become again sincere in his heart, because his security may give him this pure Guru. But if he is not enough sincere, his anarthas in his heart, his samskaras may draw him against of the path of pure devotion. But with time, this cleaning process, if he at least continues to chant, or even if he stops chanting, this lifetime or another, he will come back, because it is said in Shastra that Krishna never let go to anyone, especially if he came to pure devotee. So, and we saw so many examples in this life, even when some devotees, for example, some disciples of Prabhupada, they, after disappearance of Srila Prabhupada, they stopped practicing. After some years, maybe 10 years, maybe 20 years, they again start thinking, oh, I want to come back. And they came to my Srila Gurudev again, and they start practicing, and now they again very good devotees. Srila Gurudev told that in some cases it may take few lives even, but then this soul again will come back. Because it's like an iceberg. We have such a big piles of sinful reactions in our heart, so much dirt, that when we start this cleaning process, something may come and overcome even our desire, our strong will. But then, when this cleaning process again will continue slowly, this obstacle will be removed and this soul will come back. But for that, a devotee has to admit his faults. He has to be sincere enough to say that, okay, he has to admit that he has done a wrong thing. Then only he can again pick up his practice. Yes, it's true. That's why for some devotees it may take even few lifetimes, because
at one point or another, the life of Maya will beat them so strongly that they will have to admit, I was so foolish to give up my real guru. ഹരേ കൃഷ്ണ. അപ്പോൾ മാതാജിയുടെ ഒരു ഉത്തരം ഇതാണ്. അങ്ങനെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. ഒരു ശിഷ്യൻ നല്ലൊരു ഗുരു, പ്രസിദ്ധ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കുന്നു. അങ്ങനെ ശിഷ്യൻ വീണ്ടും യമനിയമങ്ങൾ ലംഘിക്കുകയും താഴെ വീഴുകയും ചെയ്യണം. അങ്ങനെയുള്ള ശിഷ്യന്റെ രക്ഷ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ശിഷ്യൻ വളരെയധികം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള തറ മാറ്റണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഡിവോഷൻ സർവീസ് വീണ്ടും തുടരാൻ കഴിയും. പക്ഷെ അത് മനസ്സിലാക്കണം, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കിയാൽ മാത്രമേ രണ്ടാമതും ഡിവോഷൻ സർവീസ് എടുത്തിട്ട് പ്രയോജനമുള്ളൂ. അപ്പോ ഒരു എക്സാമ്പിളായിട്ട് ശീല പ്രഭാതത്തിന്റെ ശിഷ്യന്മാരെ പലരും ശീല പ്രഭാതത്തിൽ തിരിച്ച് പോയതിനു ശേഷം അവർ ഒരുപക്ഷെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ അല്ലെങ്കിൽ ഈ പാപകർമ്മങ്ങൾ സിൻഫുൾ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഭഗവാനെ മറന്നുകൊണ്ട് കൃഷ്ണാബോധം വിട്ടുകൊണ്ട് അവർ കുറെ കാലം നടന്നു തുടങ്ങി. അങ്ങനെ ഒരു 10 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞ ശേഷം വീണ്ടും ഭക്തി നാരായണ മഹാരാജിന്റെ അടുത്ത് നിന്ന് പോന്നിട്ട് വീണ്ടും കൃഷ്ണാബോധത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം അവർക്കുണ്ടായി. ഒരു പക്ഷേ ഈ ജന്മത്തില് കിട്ടിയില്ല എന്ന് വരും, ഒരുപക്ഷെ 3-4 ജന്മം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഡിവോട്ടി തിരിച്ചു വരുള്ളൂ. പക്ഷേ അൺലസ് അത് നമ്മുടെ ആ തെറ്റ്, നമ്മുടെ ആ വീഴ്ച പകരം മനസ്സിലാക്കിയിട്ട് അതിൽ ശരിക്കും ആത്മാർത്ഥമായി ദുഃഖിച്ച് അതിൽ നിന്ന് കരകയറണം, അതിന് നിവാരണം ഉണ്ടാക്കണം, അത് മാറ്റി കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നവരെ ഈ ശിഷ്യന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മാതാജി പറഞ്ഞത് ഒരുപക്ഷെ ചില കേസുകളിൽ അത് ജന്മങ്ങൾ എടുക്കും. അതിനൊരു ഒരു ഉദാഹരണമായിട്ട് മാതാജി പറഞ്ഞ ഐസ്ബർഗിന്റെ മലയാളം എന്താ പറയുക, അതായത് 99% വെള്ളത്തിനടിയിലേക്ക് ഒരു ചെറിയ ടിപ്പ് മാത്രമേ പുറത്ത് കാണുള്ളൂ, മഞ്ഞല്ല. ഐസ്ബർഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ പോകുമ്പോ ചില ചെറിയൊരു പൊക്കത്തില് ഐസ് കാണും. അപ്പൊ ചിലപ്പോ കപ്പൽ വന്നാൽ അതൊന്ന് കയറി മാറ്റിരിക്കുന്ന ചെറുതായിട്ട് കാണും, പക്ഷെ അടിയിൽ ഭയങ്കര വലുതായിട്ടുണ്ടാവും. എന്ന പോലെയാണ് നമ്മളെ കർമ്മങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ, വാസനകളെയാണ് നമ്മളൊരു ക്ലീനിങ് പ്രോസസ്, കുറച്ച് ശുദ്ധീകരണം നമ്മൾ ചെയ്യും. ശുദ്ധീകരണം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ഇരട്ടി സാധനം പുറത്തേക്ക് വരും. നമ്മളിലേക്ക് നമ്മളിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയുള്ളതനുസരിച്ച് നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നു, നമ്മൾ ശുദ്ധീകരണം ചെയ്യുന്നു. ശുദ്ധീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വളരെ ശക്തിയുമായിട്ട് ഭയങ്കര കയറി വരുന്നത്. അപ്പൊ ഐസ്ബർഗിന്റെ എക്സാമ്പിൾ ആണ്, നല്ലൊരു എക്സാമ്പിൾ തന്നേക്കണേ. അത് ഐസ്ബർഗ് പോലെ വീണ്ടും പുറത്തു വരും. അപ്പൊ ചിലപ്പോ വളരെയധികം നമ്മള് സിൻസിയർ അല്ലെങ്കിൽ കുറെ അധികം ജന്മങ്ങൾ തന്നെ എടുത്തു എന്ന് വരാം. പരീക്ഷിത് മഹാരാജാവ് സമീക മഹർഷിയുടെ കഴുത്തിൽ പാമ്പിനെ കൊണ്ടിട്ടപ്പോൾ പരീക്ഷിത് മഹാരാജ് വളരെയധികം പൊട്ടിക്കരഞ്ഞു. ആ പശ്ചാത്താപാഗ്നിയിൽ ആ പാപങ്ങളൊക്കെ വെന്ത് വെണ്ണീരായെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ ഉള്ളവരാ പശ്ചാത്തപിക്കുന്നില്ല, അതാണ് വ്യത്യാസം. What he says, Parikshit Maharaj, when he put that dead snake in the neck of that rishi, he was very unhappy. He was repenting what he has done. So unless you repent, then because he repented, all his bad sinful reactions burned out. But here, what we do is we do lot of sinful activities, but we never repent that. But why so? We have to repent actually, and that's why our acharyas give us bhajans that we have to sing every day. We have a lot of bhajans where they show us how to repent. So we have to forcefully sing it every day until we really get some shadow of this mood in our heart, and then we will be able to really cry, repenting, oh, what a sinful person I am, what I am doing. അപ്പോൾ അങ്ങനെ പശ്ചാത്തപിക്കാത്ത ഒരു ആത്മാവെന്താ ചെയ്യണേ മാതാജി പറഞ്ഞു. നമ്മുടെ വൈഷ്ണവ ഗീതങ്ങൾ ധാരാളം ഭജനുണ്ട്. പശ്ചാത്തപിക്കേണ്ട ആവശ്യങ്ങൾ വളരെയധികം നന്നായിട്ട് കൊടുക്കുന്ന കുറേയധികം ഭജൻസ് ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഭജൻസ് എല്ലാ ദിവസവും നമ്മൾ ചെല്ലണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മൾ ചെയ്ത ആ പാപകർമ്മങ്ങൾ വളരെ മോശമാണ്, അത് പശ്ചാത്തപിച്ച് തീരൂ എന്നുള്ള ചിന്ത അപ്പോൾ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഭജൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ദിവസവും ചെല്ലേണ്ടതുണ്ട്. So you've already invited devotees here in Trishula Mata to sit together with their Guru Maharaj. But we all know that we've got less possibility for most of the devotees here to really be there in such kind of situation. It's not possible for everyone from our Namahata to, sit over there. So considering all these points in consideration, what would be the easiest solution to
retain all the message of Narayana Maharaj? First of all, if to speak about association with my Gurudev, with Narayana Maharaj, as you asked, Narayana Maharaj departed in 2010. So he is now in spiritual world, so physically you cannot associate with him, but you can read his books. And this, I hope, will be translated in Malayalam. And then the other thing that I have my Shiksha Guru, two of them, Srila Bhaktivedanta Bharati Goswami Maharaj and Srila Bhaktivallabha Tirtha Goswami Maharaj. Srila Bhaktivedanta Bharati Maharaj, he is not giving us initiations, but he is giving Shiksha only. And he will be in Puri, like to say, from 10th of January. After he will come to Mayapur, so you all are invited. It may be possible to come for at least a few days for anyone. It's not such a big travel actually. And Bhaktivallabha Tirtha Goswami Maharaj, he is now revealing his sickness pastimes for more than 1 year already, so he's permanently in Kolkata, but he still gives initiations. രണ്ട് ശിക്ഷ നാരായൺ മഹാരാജ് ഇപ്പോൾ ഈ ലോകത്തിലില്ല. അദ്ദേഹം 2010 ശരീരം വിട്ടു. ഇപ്പോൾ ആത്മീയ ലോകത്തിലാണ്. അദ്ദേഹത്തിന് 2 ശിഷ്യന്മാരുണ്ട്. ഒന്ന് ഭക്തി വിജ്ഞാൻ ഭാരതി മഹാരാജ്, അദ്ദേഹം ദീക്ഷൻ കൊടുക്കില്ല, പക്ഷേ അദ്ദേഹം പുരിയിൽ വരുന്നുണ്ട്. പുരിയിൽ ശേഷം അദ്ദേഹം മായപ്പൂര് പോകുന്നുണ്ട്. വേറൊരു ഭക്തി Bhaktivallabha Tirtha Goswami Maharaj, he is in Kolkata. കൊൽക്കത്തയിലുള്ള വല്ലഭതീർത്ഥ മഹാരാജ് ഉണ്ട്. അദ്ദേഹം കൊൽക്കത്തയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഡിവോട്ടീസിന് കൊൽക്കത്തയിൽ പോയി അവരേക്കും കാണാൻ കഴിയുമായിരിക്കും. ഹരേ കൃഷ്ണ. One question, what you are saying that... I want to finish, 1 second. And one more opportunity to associate with my Srila Gurudev is to hear from his disciples. Like for example, now many senior disciples, they can give and they are giving sometimes something like Skype classes or like video classes through internet. So even this can be good solution for those who cannot travel. സഞ്ചരിക്കാൻ കഴിയാത്ത ഡിവോട്ടീസിന് സ്കൈപ്പിൽ സീനിയർ ഡിവോട്ടീസ് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സ്കൈപ്പിൽ കൂടെ അവർക്ക് അസോസിയേഷൻ ഒക്കെ എടുക്കാൻ കഴിയും. അതും ഒരു സൊല്യൂഷനാണ്. So what about your question? The question is, you are saying that we always want to stay near pure devotees as much time as possible. So in case of Srila Prabhupada, there's a past time. The 2 of his disciples, they wanted to stay with Srila Prabhupada always. So every opportunity they used to be with him. So Srila Prabhupada, you are not supposed to stay with me. You have to go out and preach. So only on very rare occasions you can come and take my darshan. So you go out and preach first and take my darshan. Yes, that's true. But some devotees recently asked Srila Bhaktivedanta Bharati Maharaj, if we have to go, we have to preach, we have to live our lives, we have to maintain our families, we cannot stay all the time with you. How can we be continuously in sadhusanga? And he gives this example with Chakori bird, who is always thinking only about this rainwater. So he asked, this bird, he is in material world, but she is thinking only about sky, only about clouds. So with whom she is associating? Obviously with clouds, because all your thoughts only about this rainwater. In the same way he told, if you have to go back to your families, but if you think always about being in Holy Dham, about being in association with pure devotees, when you hear his Harikatha, when you remember what he told to you, what instruction he gave to you, if you try to follow these instructions every day with all your efforts, then you always in sadhusanga.